അവൾ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് പോയി. കുറച്ച് നേരത്തിന് ശേഷം ഒരു ഗ്ലാസ് ചായയും കൊണ്ട് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അമ്മ കാണാതെ അവിടെ നിന്ന് നോക്കി. പക്ഷേ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചായ കുടി കഴിഞ്ഞ് റൂമിലേക്ക് പോയിരുന്നു. എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നറിയാൻ എനിക്ക് ആകാംക്ഷ നിറഞ്ഞു. എന്നാൽ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന എൻ്റെ പ്രതീക്ഷ അവൾ ആകെ തെറ്റിച്ചു. എൻ്റെ അടുത്തേക്ക് വരാതെയായപ്പോൾ ഞാൻ പതിയെ എഴുന്നേറ്റ് അവളുടെ റൂമിലേക്ക് നടന്നു. ഹാളിൽ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മുന്നിലൂടെ അവളുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ റൂമിലേക്ക് തന്നെ മടങ്ങി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഞാൻ വേഗം ഫോണെടുത്ത് അവൾക്ക് മെസ്സേജ് അയച്ചു. ഹലോ, എന്തായി? മെസ്സേജ് കണ്ട അവൾ അപ്പോൾ തന്നെ റിപ്ലൈ തന്നു. എന്താവാൻ എന്നായിരുന്നു അവൾ അയച്ചത്. കൂടുതൽ ജാടയിടല്ലേ, മര്യാദക്ക് പറ, നീ എന്തിനാ മുകളിലേക്ക് പോയത്? ഓ അതാണോ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. അതെന്താടി, എന്തു പറ്റി? അത് ആ ചേച്ചി നീ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ ഓരോന്ന് സംസാരിച്ച് നോക്കി. അവസാനം ആ ചേച്ചി എന്നോട് എന്തൊക്കെയോ പറയുന്നു. അവൾ പറഞ്ഞു. എന്ത്? എനിക്കറിയാൻ പാടില്ല. ഉള്ള സമയം മൊത്തം എൻ്റെ സൗന്ദര്യം വർണ്ണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ ചേച്ചി. അതെന്താടി, എന്തിലൂടെ പോയാലും നിനക്കാണല്ലോ ലോട്ടറി അടിക്കുന്നത്. ഞാൻ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല. ചേച്ചിക്കിപ്പോൾ ആ ചേട്ടനെ മടുത്തു എന്ന് തോന്നുന്നത്. അയാളെപ്പറ്റി എന്ത് പറയുമ്പോഴും ഒരു പുച്ഛമുണ്ട് ആ മുഖത്ത്. എടി, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി അന്ന് എന്നോടും ഇതെല്ലാം പറഞ്ഞതാണെന്ന്. ഞാനന്ന് സെറ്റാക്കി വരുമ്പോഴാണ് അന്ന് അമ്മ വന്നത്. എന്തായാലും അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടാ. ഓഫ് എടി, അങ്ങനെ പറയല്ലേ. നീ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഒന്ന് പോടാ അവിടുന്ന്. ആ ചേച്ചിക്ക് എന്നെയാ നോട്ടം. ഇനി ഞാൻ അങ്ങോട്ട് പോകുകയില്ല. എൻ്റെ മുടിയുടെ നീളം അറിയണം, പിന്നെ അത് അളന്ന് നോക്കണം, പിന്നെ എൻ്റെ വെയിറ്റ് അറിയണം. എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രി എന്താ ഉടുത്തുടങ്ങാറെന്നറിയണം. ആഹാ, അടിപൊളി. അപ്പോൾ ആള് മറ്റേതാണല്ലേ? ഞാൻ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, നീ പോയി ചോദിച്ചു നോക്ക്. ആടി, ഞാൻ തന്നെ പോയി ചോദിക്കാം. എന്നിട്ട് വേണം ആ തടിമാടൻ എന്നെ എടുത്ത് പഞ്ഞിക്കിടാൻ. ആഹാ, അപ്പോൾ ചേട്ടൻ കൊള്ളാലോ. അപ്പോൾ എന്നെ ഇടിച്ചോട്ടെ എന്ന്. ഞാനില്ല നിൻ്റെ ഈ നടക്കാത്ത ആഗ്രഹം നടത്തിത്തരാൻ. അല്ലടാ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ആ സൈക്കോ അല്ലാതെ? അതല്ലടി, അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല. അതൊക്കെ ഒരു മുതല. കിട്ടിയ എൻ്റെ ഭാഗ്യമാണ് മോളെ. ഞങ്ങൾക്കൊക്കെ ഇല്ലാത്തത് എന്താണെന്നാവോ അവർക്കുള്ളത്? അവൾ ചോദിച്ചു. ഒന്ന് പോടി അവിടെ നിന്ന്. നീ ഒന്ന് ഇങ്ങോട്ട് വാ, എനിക്ക് നേരിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാനിവിടെ കിടക്കുക. എടി അതല്ല, അമ്മയുണ്ടവിടെ. ഞാനിപ്പോൾ അങ്ങോട്ട് എങ്ങനെ വരും? അതിനെന്താ, നീ സാധാരണ വരുന്നതല്ലേ? ആടി, അതൊക്കെ ശരിയാ. പക്ഷേ ഇപ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? അതൊക്കെ ഞാൻ പിന്നെ പറയാടി. അല്ല, നീ കുറേ നേരം ആ ചേച്ചിയുടെ അടുത്ത് നിന്നില്ലേ? വേറെ എന്താ നിങ്ങൾ സംസാരിച്ചത്? ഞാൻ ചോദിച്ചു. ഒലക്ക, നീ ഒന്ന് വെച്ചിട്ട് പോക്കേ. എനിക്കിവിടെ വേറെ പരിപാടിയുണ്ട്. നിനക്കിപ്പോൾ എന്താ പരിപാടി? എടി, നീ വീണ്ടും തുടങ്ങിയോ? ഞാൻ ചോദിച്ചു. പിന്നെ തുടങ്ങാതെ, ആകെയുള്ള ഒരു നേരം പോക്കല്ലേ ഇതൊക്കെ. നിന്നെ സമ്മതിക്കണം. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? അതിനിപ്പോൾ എന്താ, നമ്മുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ? കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കുടുംബമായി കുട്ടികളായി ആകെ ബോറാകും. ഇതിപ്പോൾ ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ തന്നെയാ. അമ്മ അറിയണ്ട. അമ്മ അറിഞ്ഞാൽ നിന്നെ കെട്ടിത്തൂക്കും. പിന്നെ അമ്മയുടെ എല്ലാ കള്ളക്കളിയും എനിക്കറിയാം. പിന്നെ എന്നെ വല്ലതും പറഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് തുറന്നു പറയും. അമ്മയ്ക്ക് കള്ളക്കളിയോ? എന്ത് കള്ളക്കളി? ഞാൻ ചോദിച്ചു. അതൊക്കെയുണ്ട്, ചേട്ടൻ ഇപ്പോൾ അറിയണ്ട. പറയടി, എനിക്കറിയണം. അല്ലെങ്കിൽ ഞാൻ പിന്നെ നിൻ്റെ ഒരു കാര്യത്തിനും കൂട്ടു നിൽക്കില്ല. ശരി, പറയാം. ആ ഗോപാലേട്ടനൊക്കെ ഇവിടെ വരുന്നത് എന്തിനാണെന്നാ ചേട്ടൻ വിചാരിച്ചത്?
അത് പോട്ടെ, ആ ശോഭേച്ചിയുടെ ഭർത്താവ് ഇടയ്ക്കൊക്കെ ഇവിടെ വരുന്നതും മീൻ വാങ്ങി കൊണ്ടുവരുന്നതും എന്തിനാണെന്നാ ചേട്ടൻ കരുതിയിരിക്കുന്നത്? എന്തിനാടി? ഓ, ചൂണ്ടയിടാൻ. ഒന്ന് പോട ചെക്ക, നിന്നൊക്കെ എന്തിനു കൊള്ളാം? സ്വന്തം വീട്ടിൽ എന്താ നടക്കുന്നെന്ന് പോലും അറിയാത്തവൻ. അല്ലടി, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ നീ നേരം വെളുത്ത പോവല്ലേ, പിന്നെ ഒന്നും നീ അറിയുന്നില്ലല്ലോ. എനിക്കിടക്ക് ക്ലാസ് ഇല്ലാതെ ആകുമ്പോഴൊക്കെ ഞാനെല്ലാം അറിയുന്നുണ്ട്. പിന്നെ ആ ഗോപാലേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് പണ്ടേ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രാജേട്ടൻ, അതും സ്വന്തം അനിയത്തിയുടെ ഭർത്താവുമായി. നിനക്കല്ലേടാ രക്തബന്ധം പ്രശ്നം, അവർക്കൊന്നും ആ ബന്ധമില്ല മോനെ, അവൾ പറഞ്ഞു. അല്ലടി, അമ്മയ്ക്ക് ശോഭേച്ചി അറിയുമോ എന്ന് ഒരു പേടിയില്ലേ? അല്ല, ഇതിനി ശോഭേച്ചിക്ക് അറിയുമോ? ആ, എനിക്കറിയില്ല. അല്ല, ഇത് നീ എങ്ങനെ കണ്ടു? അതും ഇനിയിപ്പോൾ പറയണോ? പറ, ഞാനൊന്ന് കേൾക്കട്ടേടി. എനിക്ക് വയ്യ ഇങ്ങനെ ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ. നാളെ അമ്മ ഇല്ലാത്തപ്പോൾ നേരിട്ട് വന്ന് പറഞ്ഞു തരാം. അത് വേണ്ട, നീ ഇപ്പോൾ പറ, ഞാൻ കോൾ ചെയ്യാം. വേണ്ട, അമ്മ കേൾക്കും. ഒന്ന് പോടി, കണ്ട ചെക്കന്മാരുടെ സൊല്ലാൻ എനിക്ക് കുഴപ്പമില്ല. സ്വന്തം ചേട്ടനോടൊന്ന് സംസാരിക്കാൻ എനിക്ക് വയ്യല്ലേ? അത് പിന്നെ ആ സൊള്ളലും ഈ സൊള്ളലും വ്യത്യാസമുണ്ട് മോനെ. ഡി മഹാഭാവി, നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞോളാട്ടോ. ഡി, ഞാൻ വിളിക്കാം, നീ പറ, ഞാനൊന്ന് കേൾക്കട്ടെ. ഓ ശരി, എന്നാ വിളിക്ക്. അമ്മ സീരിയലിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ വേഗം അവൾക്ക് കോൾ ചെയ്തു. ഹലോ, പറയടി, എന്താ നീ കണ്ടത്? അതിപ്പോൾ എങ്ങനെയൊന്ന് പറയാ, ഒന്ന് വേഗം പറയടി. ഓ, സ്വന്തം അമ്മയുടെ കാര്യം കേൾക്കാൻ മോൻ്റെ ഒരു തിടുക്കം കണ്ടല്ലേ? ഓ, വേഗം ഒന്ന് പറഞ്ഞ് തൊലക്കടി. അത് പണ്ട് നമ്മൾ ശോഭേച്ചിയുടെ വീട്ടിൽ പോയില്ലേ, ശോഭേച്ചി ഗർഭിണിയായപ്പോൾ. ആ, അത് അച്ഛനുള്ളപ്പോൾ അല്ലേടി? ആടാ, അന്ന് തുടങ്ങിയതാ, നീ കേക്ക്. അപ്പോൾ അമ്മ അച്ഛനുള്ളപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നോടി? ആ, എനിക്കറിയാൻ പാടില്ല, നീ കേക്ക്. ആ, പറ. അന്ന് നിങ്ങൾ എല്ലാവരും കൂടി സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോയില്ലേ? അന്ന് ഞാനും അമ്മയും വന്നില്ലല്ലോ. ഞങ്ങൾ ശോഭച്ചിക്ക് കൂട്ടിരുന്നില്ലേ? പക്ഷെ അന്ന് രാജേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ കൊണ്ട് പോയത് രാജേട്ടനല്ലായിരുന്നോ? പക്ഷെ രാജേട്ടൻ കളി കാണാൻ ഉണ്ടായിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ആ, ഇല്ലെന്ന് തോന്നുന്നു. ആരോ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരുന്നു. ഞാൻ പറഞ്ഞു. ആ വരവേ രാജേട്ടൻ നേരെ വന്നത് വീട്ടിലേക്ക് തന്നെയാ. എന്നിട്ട് അപ്പോൾ നീയും ശോഭേച്ചിയും അവിടെ ഇല്ലായിരുന്നോ? ആ സമയം ശോഭേച്ചി വയ്യാതെ കിടപ്പിലല്ലേ. എന്നിട്ടെന്താ, രാജേട്ടൻ വന്ന് പറഞ്ഞു ആരോ വിളിച്ചെന്നും അവനെ കാണാൻ വന്നതാണെന്നും ഇനിയിപ്പോൾ സ്റ്റേഡിയം വരെ പോകാൻ വയ്യെന്നും പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. അങ്ങനെ ശോഭേച്ചി ഉറങ്ങിയപ്പോൾ രാജേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, ടീ വെച്ച് തരാം, പുതിയ സിനിമയുണ്ട്, കണ്ടോ എന്ന്. അങ്ങനെ ഞാനൊരു സിനിമയും കണ്ട് അവിടെ ഇരുന്നു. അന്ന് CD കാസറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കാസറ്റ് സ്റ്റക്കായി. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആരുടെയും ഒരു സൗണ്ടില്ല. ഞാൻ കാസറ്റ് ശരിയാക്കി തരാൻ രാജേട്ടനോട് പറയാൻ രാജേട്ടൻ്റെ റൂമിൽ പോയി നോക്കി. പക്ഷെ അവിടെയൊന്നും രാജേട്ടനെ ഞാൻ കണ്ടില്ല. ശോഭേച്ചിയെ നോക്കിയപ്പോൾ ശോഭേച്ചി നല്ല ഉറക്കവും. അപ്പോൾ അമ്മ ഇല്ലായിരുന്നോ ശോഭേച്ചിയുടെ അടുത്ത്? ഞാൻ ചോദിച്ചു. ആ, അവിടെ കിടക്കുന്നുണ്ടായി ശോഭേച്ചിയുടെ അടുത്ത്. പക്ഷേ ഞാൻ പിന്നീട് പോയി നോക്കിയപ്പോൾ അമ്മയെയും അവിടെ കാണുന്നില്ല. എന്നിട്ട് നീ എവിടെന്നാ അവരെ കണ്ടത്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ കിച്ചണിൽ പോയി നോക്കി, പക്ഷെ അവിടെയും കണ്ടില്ല. പക്ഷേ കിച്ചണിലെ കതക് തുറന്നു കിടക്കുന്നുണ്ട്. ഞാൻ പതിയെ പുറത്തേക്കിറങ്ങി. അല്ല, അപ്പോൾ നീ അമ്മയെ വിളിച്ചു നോക്കിയില്ലേ? ഇല്ല, ശോഭേച്ചി ഉറങ്ങല്ലേ, ഉണർത്തണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതെ അവരെ തിരഞ്ഞു. അവസാനം ആ കിച്ചൻ്റെ ബാക്കിലായി ഒരു വിറക് പുരയില്ലേ, കുറേ തേങ്ങകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന. ആ, ഉണ്ടല്ലോ. ആ, അവിടെ ഉണ്ടായിരുന്നു 2 പേരും. 2 പേരുമോ? എന്തായിരുന്നു പരിപാടി? ഞാൻ ചോദിച്ചു. ഓഫ്, ഇനി അതും ഞാൻ പറഞ്ഞു തരണോ ചേട്ടന്? പറയടി, ഒന്ന് കേൾക്കട്ടെ. ഒന്ന് പോടാ, നിനക്കിനി അത് കേട്ടിട്ട് വേണം ഒന്ന് വിടാൻ, അല്ലേടാ?
അയ്യേ അതൊന്നുമില്ല, ഒന്നറിയാൻ വേണ്ടിയാടി. അങ്ങനെ ഇപ്പോൾ എൻ്റെ മോൻ അറിയണ്ട, എല്ലാവരും ചെയ്യുന്നതൊക്കെയാ അവരും ചെയ്തത്. എന്നാലും ഇതെങ്ങനെ ഒപ്പിക്കുന്നു? അല്ല, എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാൻ, കുറച്ചൊക്കെ ഞാൻ നോക്കി നിന്നു. അപ്പോൾ നിന്നെ അവർ കണ്ടില്ലേടി? ഓ പിന്നെ, അതിൻ്റെ ഇടയ്ക്ക് അവർക്കെന്നെ നോക്കാനല്ലേ നേരം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെയുണ്ട് രണ്ടുപേരും പൊടിയെല്ലാം തട്ടി വരുന്നു. ഞാൻ ഒന്നും അറിയാത്ത പോലെ നിന്നു. ഇനി ഞാനായിട്ട് ഒരു കുടുംബം കലക്കണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും അന്ന് അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛൻ നിങ്ങളുടെ കൂടെ കളി കാണാൻ വന്നതല്ലേ? ആ ശരിയാടി, പക്ഷേ അന്ന് അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ടും അമ്മ ഇതെന്ത് പണിയാണ് കാണിച്ചേ? ആ നീ ഇപ്പോൾ ഇത് ചോദിക്കും പറയൊന്നും വേണ്ട. 2 ദിവസം മുമ്പ് വരെ രാജേട്ടൻ വന്ന് പോയിരുന്നു. ഏ അപ്പോൾ ഗോപാലേട്ടനോ? അത് വല്ലതും നീ കണ്ടിട്ടുണ്ടോ? ആ ചേട്ടാ, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ചേട്ടനിതൊക്കെ നേരത്തെ കാണുകയാണെങ്കിൽ എപ്പോഴേ എന്നെപ്പോലെ ആയാനേ. ഷേ, എന്നാലും തള്ള, ഇതൊക്കെ ഉണ്ടായിട്ടും ഇപ്പോൾ ആ അണ്ണൻ്റെ പുറകെയാ. ഓ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതും നടക്കുന്നുണ്ടോ? പിന്നെ ഇല്ലാതെ. അന്നൊരു ദിവസം അവരുടെ റൂമിൽ നോക്കി നിൽക്കുമ്പോഴാണ് ഞാൻ ചെന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്തായിരുന്നു അഭിനയം തള്ളയുടെ? ഓ പിന്നെ ചേട്ടനിത് ഫ്രണ്ട്സിനോടൊന്നും പറയാൻ പോണ്ട. നമ്മളിതിൽ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി ചേട്ടന് വേണ്ടതൊക്കെ ചേട്ടനും നോക്ക്, അവൾ പറഞ്ഞു. ഒന്ന് പോടി, ഞാൻ നിങ്ങളെപ്പോലെയൊന്നുമല്ല. എന്നെ തിരഞ്ഞ് ആരും ഇങ്ങോട്ട് വരില്ല. നിങ്ങൾക്ക് പിന്നെ ആ പ്രശ്നമില്ലല്ലോ. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി അങ്ങ് ബീഹാറിൽ നിന്നും വരും. നീ സമാധാനപ്പെട്, നിനക്ക് ഞാനൊന്നും സെറ്റാക്കി തരാടാ. എപ്പോ? ഞാൻ ചത്തിട്ടോ? ഓ, അല്ലെങ്കിലും നിനക്ക് നമ്മളൊന്നും പറ്റില്ലല്ലോ. നിനക്ക് കിളവികളോടല്ല ഇഷ്ടം, അവൾ പറഞ്ഞു. ഡി, ഒന്നും മിണ്ടാതിരുന്നോ, മനുഷ്യൻ്റെ കിളി പോയിരിക്കുക. ഞാൻ വല്ലതും പറയും. എന്നാ നീ പറയടാ, ഞാനൊന്ന് കേൾക്കട്ടെ. നിൻ്റെ കയ്യിൽ എത്ര വെടിക്കുള്ള ഉണ്ടെന്ന്? ഓഹോ, അങ്ങനെയാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്. എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ട് കേൾക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.